ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീടെന്ന് പറയുന്നത് നമുക്ക് ഈ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കി നോക്കിയല്ലോ. അപ്പോൾ അത് ഞാനിവിടെ കാർഡ്ബോർഡ് എടുത്തു, ചെറിയ പീസ് എടുത്ത് ഇത്ര മതി. പിന്നെ രണ്ട് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്, റെഡും പറഞ്ഞ ഗ്രീനും. അപ്പോൾ ഫസ്റ്റ് പിന്നെ നെറ്റ്സ് പട്ടികളുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഗ്രീൻ കളർ പേപ്പർ ഒട്ടിക്കുന്നുണ്ട്. നമ്മൾ ബുക്കൊക്കെ കവർ ചെയ്യുക, അതുപോലെ ജസ്റ്റ് കവർ ചെയ്ത് എടുക്കാം. എനിക്കൊരു നല്ല ടേബിൾ ആക്സസ് എടുക്കും. ഞാൻ എനിക്ക് അധികം വലുതായിട്ടൊന്നും വേണ്ട, അധികം ചെറുതായിട്ടൊന്നും വേണ്ട. നമ്മുടെ ബുക്ക് കുറേ സെയിം പ്രോസസ്സ് ഇതുപോലെ തന്നെ കുറേ അതുപോലെ സൈഡിനും കുറച്ചൊക്കെ ഇതിനും വൃത്തിയോടാവും. അതായത് ഒരുപാട് പറയാറുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ബുക്ക് പറയുന്നത് തന്നെ അവിടെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇതുപോലെ പച്ച കളറാക്കിയെടുക്കണം. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗാർഡൻ പോലെ സാധനം ഇട്ട് ഗാർഡൻ പോലെ ഇരിക്കും, ഒന്നും കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇട്ട് കുറച്ചിട്ട് നമ്മൾ ഞാൻ എടുത്ത പേപ്പറിന് കുഴപ്പമില്ല. രണ്ട് സൈഡിലും ഗ്രീൻ അല്ല കേട്ടോ, ഒരു സൈഡ് മാത്രമേ ഗ്രീൻ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടേക്ക് നല്ലതുപോലെ കവറിലെടുക്കണം. ഞാൻ ശരിക്കും ഒട്ടൊന്നും ഉണ്ടാകില്ല ഈ പേപ്പറിൽ. ഇതുപോലെ എന്നിട്ട് ഇതുപോലെ ചെറിയ പേപ്പർ റോള് വേണ്ടത് ഇത്രയും മതി. ഇത് ഒരു സൈഡ് മാത്രം ഇതുപോലെ മടക്കി വെക്കാം. ഇത് ആ സമയത്ത് മതിയാവും.
ഇവിടെ റോൾ ചെയ്തെടുക്കാം. ചെറുതായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഫ്ലവർ ഇട്ടിട്ടുള്ളതാണ്. അധികം വലുതാക്കണ്ട, അധികം ചെറുതും നോക്കാം. അത്ര ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചിലർക്ക് ഈസി ആയിരിക്കും, ചിലർക്ക് ഇച്ചിരി ഹാർഡായിരിക്കും. അപ്പോൾ ഹാർഡായിട്ട് ഏതാണെങ്കിൽ ഒരു പിന്നെ നമുക്ക് മനസ്സിലാവേണ്ടി ചെയ്യേണ്ടതുണ്ട്. ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ട് അറ്റത്ത് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കിട്ടും. ഇതുപോലെ കുറച്ചുകൂടെ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ ഇതുപോലത്തെ 5 എണ്ണമാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് അതിനുള്ള 5 പൂക്കളും ഉണ്ടാക്കണം. അപ്പോൾ 5 പൂക്കളെങ്കിലും ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുക്കണം. എന്നിട്ടത് 4 ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഇതുപോലെ അല്ല, നമുക്ക് എത്രത്തോളം ഫോൾഡ് ചെയ്യാം, നമുക്ക് എത്രത്തോളം പെറ്റൽസ് വേണം അത്ര ഫോൾഡ് ചെയ്ത്. ഇത്ര മതി, ചെറിയ ചെറിയ പെറ്റൽസ് എടുത്തുകൊണ്ട് അതുകൊണ്ട് ഇത്ര മതി. ഇതുപോലെയാണ് ഇത്. വൈറ്റ് കളർ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കണ്ട, അത് നമുക്ക് ഒട്ടിക്കുന്നത് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതിനെ ഓർഡിനറി പെറ്റലിൻ്റെ ഷേപ്പ്. ഒന്ന് കട്ടെടുക്കുക. ഇത്ര പാടുണ്ട് കട്ട് ചെയ്തിട്ട്. ഞാൻ കട്ടെടുത്തപ്പോൾ ഇത്രയും ചെറുത്, ഇപ്പോൾ അവിടുത്തെ ഇത്രയും ചെറുതാക്കണ്ട, കുറച്ചുകൂടി വലിയ പേപ്പർ എടുത്തിട്ട് ചെയ്യാൻ വിചാരിച്ചു. മീഡിയം ലെവലിൽ ഓക്കെ. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് റെക്റ്റാങ്കിൾ ഷേപ്പൊക്കെ അങ്ങോട്ടെ ചെയ്ത് വരുമ്പോൾ അല്ല, മുറിച്ച് വരുമ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പ് വേണം. ചെയ്ത് വരുമ്പോൾ ഫ്ലവറിൻ്റെ കട്ട് ചെയ്യുമ്പോൾ ഫ്ലവറിൻ്റെ ഇത് ചെയ്താൽ മതി. ഇതുപോലെ എനിക്ക് ഫ്ലവറിൻ്റെ പറ്റിയ ഷേപ്പ് അധികം വരയ്ക്കാൻ അറിയാം, പക്ഷെ എന്നെ കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് ഷേപ്പ്. ശരിയാകുന്നില്ലല്ലോ. നമുക്ക് ഫ്ലവർ കുറച്ച് വരയ്ക്കാം, എന്നിട്ട് അതുകൊണ്ട് നമുക്ക് ശരിക്കാം. ഓക്കെ, വരയ്ക്കാം. പക്ഷേ ഇത് കടുപ്പിച്ച് വെയിൽ കിട്ടുമ്പോൾ ചൂർത്തൊക്കെ വെച്ചിട്ട് അതേപോലെ തന്നെ കുറച്ചുകൂടി ചെറുതാക്കി ഞാൻ വരയ്ക്കുന്നത് നമുക്ക് കുറച്ച് പെർഫെക്റ്റ് വരയ്ക്കില്ല, വരയ്ക്കില്ല, കാണാൻ വൈകുന്ന കട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അയ്യോ, കാരണം നമ്മൾ വരയ്ക്കുമ്പോൾ പാചകത്തിന് കട്ട് ചെയ്ത് വരുന്നത്. ഇതാണ് ഞാൻ വരച്ച ഫ്ലവർ. ഇത് കട്ടി ഇതാണ് ഞാൻ വരച്ച ഫ്ലവർ. ഇത് കട്ടി വരുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല.
ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ചിലർക്ക് നല്ലതുപോലെ ഇതൊക്കെ കിട്ടിയാൽ അറിയും. പക്ഷെ ഇതൊക്കെ അറിയണ്ടാവില്ല. എനിക്കറിയില്ല പെർഫെക്റ്റ് എത്ര കിട്ടിയത്. ഏകദേശം വന്നു. എന്നാലും എന്തൊക്കെയോ ഞങ്ങൾക്ക് നേരത്തെ കഴിച്ചത് പ്രോസസ് നോക്കിയത്. ഓക്കെ, പക്ഷെ നല്ല വലിയ പേപ്പറും ഉണ്ട്. ഓക്കെ, എനിക്ക് മിസ്റ്റേക്ക് എവിടെയെന്ന് മനസ്സിലായി. ഇവിടെ മിസ്റ്റേക്ക് മനസ്സിലായി. ഓക്കെ, പിന്നെ എനിക്കിത് ജസ്റ്റ് നോർമലായിട്ട് കൊടുക്കാം. ഫ്ലവറിൻ്റെ ഷേപ്പ് ഇത് കട്ടിട്ടെടുക്കാം. ഓക്കെ, പ്രശ്നം കട്ട് ചെയ്തെടുക്കാം. ഫ്ലവേഴ്സ് എത്ര ശരി ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ബോർഡർ സ്റ്റിച്ച് ഫ്ലവറിന് വെച്ചെടുക്കും. വളരെ പൊട്ടിയെടുക്കാം. എനിക്ക് വേറെ പ്ലീസ് ഇതെങ്കിലും വർക്ക് ചെയ്യാൻ മതിയായിരുന്നു. ആവട്ടെ, ചുടുക്കാം. എനിക്ക് ഒരു ഫ്ലവർ ശരിയായി മതിയായിരുന്നു. ബാക്കി ഫ്ലവറൊക്കെ ഒരു ടെക്നിക്കൽ ചെയ്തെടുക്കാൻ പറ്റുന്നു. ചെറിയ കട്ട് ഫ്ലവറെല്ലാം ശരി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പച്ചക്കറി പറ്റുന്നുണ്ട്. ഏകദേശമൊക്കെ ശരിയായിട്ടുണ്ട്. ഫ്ലവറായി. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയൊക്കെ ചെയ്തെടുക്കാം. ഗായ്സ്,
നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ താഴെ ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് അധികം മനസ്സിലാക്കുക, ചെറുതായിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കുക. കുറച്ച് പൊടിക്കുക, കുറച്ച് പൊടിക്കുക, പൊട്ടിച്ചെടുക്കാം. എനിക്കെന്ത് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. രണ്ടെണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഫ്ലവർ ഗാർഡനൊക്കെ ആണെങ്കിലും ഫ്ലവർ ഗാർഡൻ ഒരിക്കലും 4 ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ടേബിളിലൊക്കെ ഇല്ലേ 4 ഫ്ലവേഴ്സ് മതിയാവും. പക്ഷെ ശരിക്കും ഫ്ലവർ ഗാർഡനിൽ 4 ഫ്ലവേഴ്സ് ഒരിക്കലും ഉണ്ടാവില്ല. ടേബിളൊക്കെ നല്ലതായിരിക്കും. അല്ലേ, നമുക്ക് കുറച്ച് ബ്ലൂ ഓവർലോട്ടായി പോയി. ബ്ലൂ ഓവർലോട്ട് അയക്കാൻ ഒരു പ്രശ്നം എന്താ അവിടെ വന്നു അനങ്ങും. അതാ ഉദ്ദേശിച്ചിട്ടില്ല. ചെയ്യുമ്പോൾ 3ാമത്തെ ഒട്ടിച്ചു, 4ാമത്തെ ടേബിളിലൊക്കെ ക്ലാസ്സൊക്കെ മതി. ടേബിളിലൊക്കെ ഒട്ടിച്ചെടുക്കാം. കുഴപ്പമില്ല, അധികം കുഴപ്പമില്ല. അയ്യോ മറന്നു ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ടേബിളിൻ്റെ മുകളിലൊക്കെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് മുകളിൽ വെച്ച് കൊടുത്തു. അല്ലോ ചെറിയ അധികം വെയിറ്റില്ലാത്തത് വെച്ച് കൊടുക്കുന്നത് നല്ലത്, കാരണം ഇത് കാർഡ്ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ഉണ്ട് വീഡിയോ. ബൈ.